പക്ഷെ ഇന്ന് പടച്ചോന്റെ സഹായം കൊണ്ട് അങ്ങനെ എന്റെ ഗ്രൂപ്പ് ഇല്ലാന്ന് മൂപ്പരല്ല പാർട്ടി അല്ലോ റജി വന്നാല് റജി ഒരുപാട് സാധനങ്ങൾ പേരാ ചർച്ചയ്ക്ക് നിങ്ങളുടെ സമയല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കും നിങ്ങളുടെ എനിക്കൊന്നും ഒരു മാന്യതയില്ല റജി. അത് വഴിയേ അറിഞ്ഞോളൂ. ഒരിടത്തേക്ക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ അത് തെറ്റാണ്. അതൊരു ഡെമോക്രസി അല്ല. അത് എത്ര അയാൾ കഴിഞ്ഞാൽ പ്രളയമാണോ? അയാൾ കഴിഞ്ഞാൽ ഈ കേരളം മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ആരാണ് ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ്? ഇത് എവിടെയാണ് കൂട്ടായ ഒരു തീരുമാനം എടുക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഈ നവകേരള സദസ്സൊക്കെ കണ്ടില്ലേ? നവകേരള സദസ്സൊക്കെ എൻ്റെതല്ല, എൻ്റെ ഫിഗർ 6 പൈസ ആയിരുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കോടിയുടെ ബസ് വാങ്ങിച്ചു. ഈ ലീഡർഷിപ്പ് എന്താ പറഞ്ഞു? ആ ബസ് മ്യൂസിയത്തിൽ വെക്കും. ആ മ്യൂസിയം ഇപ്പോൾ KSRTC അങ്ങനെ കണ്ടം ചെയ്ത് വെച്ചിട്ടുണ്ട് 1 കോടിയുടെ ബസ്. അത് നമ്മളെ ചുമ്മാ കൊഞ്ഞനും കുത്തുക. ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഇവരുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഇവർ ഉയർത്തി കാണിക്കുന്നത് KK ശൈലജ, MB രാജേഷ്, P രാജീവ് ഒക്കെയാണ്. KK ശൈലജയുടെ പൈങ്കിളി കഥകളാണ് ഞാൻ വെളി കേൾക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഫോൺ വിളിച്ചു, ഞാൻ വീട്ടിൽ പോയപ്പോൾ പിണറായി വിജയൻ അച്ഛനാണെന്ന് പറയുന്നു. റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥർ പറയുന്നു പിണറായി വിജയൻ അച്ഛനുണ്ട്, അതുകൊണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അരി മേടിക്കുന്നുണ്ടെന്ന് പറയുന്നു. PP കിറ്റിൽ ലോകായുക്തയിൽ കേസുണ്ട് കേട്ടോ. ലോകായുക്തയുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ആ കേസ് അന്വേഷിക്കാൻ പറ്റാത്തത്. ചോദിച്ചപ്പോൾ പറഞ്ഞത് പിണറായി വിജയനോട് ഞാൻ ചോദിച്ചു, മേടിച്ചോളാൻ പറഞ്ഞു. 500 രൂപയുടെ PP കിറ്റ് 1500 രൂപയ്ക്ക് റായ്ക്ക് രാമൻ. MB രാജേഷിൻ്റെ കാര്യം അദ്ദേഹം വാട്ട് അബൌട്ട് സ്റ്റേറ്റ് കാര്യം. ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പറയും ഡൽഹിയിൽ അങ്ങനെയില്ലേ, ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പറയും പഞ്ചാബിൽ അങ്ങനെയില്ലേ. ഇത് പറഞ്ഞുകൊണ്ട് നടക്കും. രാജീവിൻ്റെ കാര്യം MRI സ്കാനിങ് മെഷീനൊക്കെ ഇവിടെ ചെയ്യുമെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോൾ ഞാൻ ഡാറ്റയുടെ പുറകെ നടക്കുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തപ്പാൻ പോകും. ഞാനെങ്കിലും കണ്ടിട്ടില്ല ഇവിടെ ഏത് ഫാക്ടറിയിലാണ് MRI സ്കാനിങ് മെഷീൻ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഇനി വരാൻ പോകുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അയ്യപ്പ സംഗമത്തിന് ആളില്ലാത്ത കസേര കാണിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞ ആളാണ് പാർട്ടിയുടെ സെക്രട്ടറി. ഇല്ലാത്ത പദ്ധതിക്ക്, അനുമതി കിട്ടാത്ത പദ്ധതിക്ക് മഞ്ഞക്കുറ്റി ഇട്ടതിനെ ന്യായീകരിച്ചവരാണ് പാർട്ടിയുടെ സെക്രട്ടറി. ബാലഗോപാലിൻ്റെ കാര്യം പറയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ കടത്തിൻ്റെ കാര്യം ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി പറയും ഒമാനേക്കാളും കൂടുതൽ ബെൻസ് കേരളത്തിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ന്യായവാദങ്ങൾ പറയുന്നവരാണോ ഇനി ഞങ്ങളെ ഭരിക്കാൻ വരാൻ പോകുന്നത്? ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.